വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വൃന്ദ അർജുൻ. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ ട്യൂട്ടോറിയൽ ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ഏതാണെന്നറിയോ? വണ്ണമയിലേറും. അപ്പൊ ഗൈസ് നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ട്യൂട്ടോറിയൽ ഇടാവോന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു പിണ്ട് കമന്റ് ഇടാൻ, ഹൈ കുട്ടീസ് ട്യൂട്ടോറിയൽ വേണോന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് ഇതിന്റെ ട്യൂട്ടോറിയൽ വെച്ചിട്ടുണ്ട്. ആൻഡ് വെരി ഫസ്റ്റ് ടൈം ആണ് നമ്മളൊരു സെമി ക്ലാസിക്കൽ റീലിന്റെ ട്യൂട്ടോറിയൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഈ ഒരു സോങ് ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് പേര് ഇത് വന്നിട്ട് ലിറിക്കൽ വീഡിയോ, ഐ മീൻ ലിറിക്കലായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റെപ്സ് വളരെ നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം ഞാൻ ചെയ്ത റീൽ എന്ന് പറയുന്നത് സ്റ്റെപ്സ് ചെയ്തുകൊണ്ടിട്ടുള്ളൊരു റീലാണ്. അപ്പം അതിൻ്റെ ട്യൂട്ടോറിയലാണ് കേട്ടോ ഞാൻ ഇടുന്നത്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം പോയിട്ട് ആ റീല് കാണുക. ആ ഒരു റീലിൻ്റെ ട്യൂട്ടോറിയൽ ഡാൻസ് സ്റ്റെപ്സ് ആണ് ഗൈസ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ സെമി ക്ലാസിക്കൽ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസിക്കൽ മുന്നേ പഠിച്ചിട്ടില്ലാത്തവർക്ക് കുറച്ച് ടഫായിട്ടൊക്കെ തോന്നും. പക്ഷെ ഒട്ടും തന്നെ പേടിക്കേണ്ട, ഞാൻ ഭയങ്കര സിംപ്ലിഫൈ ചെയ്ത് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ സെമി ക്ലാസിക്കൽ ആയതുകൊണ്ടാണ് ചേച്ചി ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമിലൊക്കെ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റൈൽ ഡിഫറൻസ്, അതായത് നമ്മളിപ്പോൾ ഇത്രയും ദിവസം പഠിച്ചിരുന്നത് വെസ്റ്റേൺ ഡാൻസസ് അഥവാ എന്താണ് നമ്മളൊരു ബോളിവുഡ് കൈൻഡ് ഓഫ് ഡാൻസസ് ഒക്കെയാണല്ലോ നമ്മൾ ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ഡാൻസ് സ്റ്റൈലും ഇത് നമ്മൾ കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ഓരോ സ്റ്റെപ്പ് വൈസ് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ് നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ട്യൂട്ടോറിയൽ കാണുന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കൺഫ്യൂഷൻ വേണ്ട. നിങ്ങൾ എങ്ങനെയാണോ ഈ വീഡിയോ കാണുന്നത് അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതായത് ഇതാണ് നിങ്ങളുടെ ലെഫ്റ്റ്, ഇതാണ് നിങ്ങളുടെ റൈറ്റ്. അപ്പോൾ നിങ്ങൾ സ്റ്റെപ്സ് പഠിക്കുന്ന സമയത്ത് കണ്ണാടിയിലുള്ള എന്നെ നോക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ. അപ്പൊ ഈ ഒരു ഡാൻസ് റീലിന്റെ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് വണ്ണമയിലേറും എൻ തങ്കവടിവേലോ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ലെഗ് മൂവ്മെന്റ്സ് നോക്കാം. ദെൻ എന്നിട്ടാണ് ഞാൻ ഹാൻഡ് മൂവ്മെന്റ്സ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെഗ് മൂവ്മെന്റ് എന്ന് പറയുന്നത് എല്ലാവരും സമത്തിൽ നിൽക്കുക. സമത്തിൽ അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് അറിയില്ലാത്തവർ, ഒട്ടും ബേസിക് ആയിട്ട് അറിയില്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേച്ചി എല്ലാം കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഫസ്റ്റ് സമത്തിൽ നിൽക്കുക. അതിനുശേഷം റൈറ്റ് ലെഗ് ജസ്റ്റ് ഒന്ന് വീശിയിട്ട് ഫ്രണ്ടിൽ വയ്ക്കാം. ഓക്കെ, അതായത് 5 6 7 ഗോ. 1 2 3 4. ആദ്യം റൈറ്റ് വീശി ഫ്രണ്ടിൽ വെക്കാം, ദെൻ ലെഫ്റ്റ് വീശി ഫ്രണ്ടിൽ വെക്കാം. ഓക്കെ, കിട്ടി. ഇനി ഇതിന്റെ മുദ്ര അഥവാ ഹാൻഡ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മൾ മയിലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ മയിലിന്റെ മുദ്ര എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, യെസ്, ഇതെന്ന് പറയുന്നത് മയൂര എന്ന് പറയും. ഈ ഒരു മുദ്രയുടെ പേര് മയൂരാഖ്യോ എന്നൊക്കെ പറയാം. അപ്പോൾ മുദ്രാസ് പഠിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ ഈ ഒരു മുദ്രയാണ് നമ്മൾ ആ ഫസ്റ്റ് ലൈനിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് ഈ ലെഗ് വീശിയെടുക്കുന്നത് പോലെ തന്നെ ഫസ്റ്റ് ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് എടുക്കുക. അതായത് ഒരു ചെസ്റ്റ് ഇങ്ങനെ ക്രോസ് വരിക, ദെൻ ഒരു വട്ടം പോലെ വരച്ച് രണ്ട് സൈഡിലേക്കും കൈ വരിക. ആൻഡ് വേറൊരു കാര്യം, കൈയിൻ്റെ മുട്ട് രണ്ടും പൊക്കിപ്പിടിക്കുക, താന്നു പോകരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, താന്നു പോകരുത്. ഈ ഒരു ഷോൾഡർ ലെവൽ എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. ആൻഡ് ചെസ്റ്റ് എപ്പോഴും കുറച്ച് ഫ്രണ്ടിലേക്ക് ഒന്ന് ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടാവണം, താന്നു പോകരുത്. ബോഡി പോസ്ചർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. മറ്റുള്ള ഡാൻസുകളിൽ നിന്ന് വരുമ്പോൾ ഇച്ചിരി ബോഡി പോസ്ചറും സ്റ്റൈലും ഹാൻഡ് ജസ്റ്റേഴ്സ് ഒക്കെ ഇച്ചിരി വ്യത്യാസമുണ്ട്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമുക്ക് പയ്യെ പഠിക്കാം. ഓക്കെ, യെസ്. അപ്പോൾ ഫസ്റ്റ് ലെഗ് മൂവ്മെന്റ് ചെയ്യുമ്പോൾ ഹാൻഡ് മൂവ്മെന്റ് എങ്ങനെ വരും എന്ന് പറഞ്ഞാൽ ക്രോസ് ചെയ്ത് റൗണ്ട് ചെയ്ത് ഫ്രണ്ടിൽ വെക്കുക. ആൻഡ് നെക്സ്റ്റ് പിന്നെ ക്രോസ് ചെയ്യേണ്ട, ഐ മീൻ ഹാൻഡ്, ജസ്റ്റ് ലെഗ് മാത്രം വെച്ചാൽ മതി. ഓക്കെ, 5 6 7 ഗോ. വണ്ണമയിലേറും. ഓക്കെ, എൻ തങ്കവടിവേലോ. തങ്കവടിവേൽ ആരാ? മുരുകൻ അല്ലേ? അപ്പോൾ മുരുകനെയാണ് നമ്മൾ പറയുന്നത്. സോ ആ ഒരു സംഭവം ഞാൻ ചെയ്തിരിക്കുന്നത് നോക്കിക്കോ. ലെഗ് മൂവ്മെന്റ് കാണിച്ചു തരാം. ഫസ്റ്റ് കുതിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉപ്പൂറ്റി പൊക്കുക. ഓക്കെ, കുതിച്ച് ലെഫ്റ്റ് ചവിട്ടുമ്പോൾ റൈറ്റ് ലെഗ് ഒരു ഡയഗണലി ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, കുതിച്ച് ചവിട്ടി ലിഫ്റ്റ് ചെയ്ത് ദെൻ ഇവിടെ അതായത് ഒരു സൈഡിൽ നമ്മുടെ ലെഗ് വെച്ച്, അതായത് റൈറ്റ് ലെഗ് വെച്ച് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് ലെഗ് വെച്ചിട്ട്
റൗണ്ട് ചെയ്യാം. ഓക്കെ, അതായത് 1 2 3 4. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് റൗണ്ട് ചെയ്ത് വരാൻ പറ്റും. ഓക്കെ, തങ്കവടിവേലു. ആൻഡ് ഇതിന്റെ ഹാൻഡ് മൂവ്മെന്റ് എന്ന് പറയണത് ഒന്നുമില്ല, ജസ്റ്റ് സ്റ്റേബിൾ ആയിട്ട് നിന്നാൽ മതി. പക്ഷെ അതിന്റെ മുദ്ര ശ്രദ്ധിച്ചോ, ഇതാണ്. ഓക്കെ, ഈ വടിവേലിന് നമ്മൾ മുരുകന്റെ മുദ്ര എന്ന് പറയും ഇതിനകത്ത്. ഓക്കെ, ഇത് തൃശൂല, ഇത് ശിഖര. ഈ ഒരു മുദ്രയാണ് നമ്മൾ മുരുകന്റെ മുദ്രയായിട്ട് കാണിക്കുന്നത് ഫസ്റ്റ്. ഓക്കെ, യെസ്. ഇപ്പൊ ഈ മുരുകന് അല്ലെങ്കിൽ മയൂര് ഇതിനൊക്കെ പല ടൈപ്പ്, ഐ മീൻ പല ടൈപ്പ് ഇൻ ദ സെൻസ് നമ്മളിപ്പോൾ മുരുകൻ ഇങ്ങനെ പിടിക്കാം, അങ്ങനെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മുദ്രാസ് ആൻഡ് പോസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന പോസ്റ്റർ മുരുകന്. ഓക്കെ, യെസ്. 5 6 7 ഗോ. വണ്ണമയിലേറും എൻ തങ്കവടിവേലു. ഓക്കെ, യെസ്. അതിനുശേഷം കന്തനുനെ കാണ ദിനമോടി ഓടി വരുവോ. ആക്ച്വലി നല്ലൊരു സോങ് ആണല്ലേ. നമ്മൾ ഡാൻസ് കളിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുമ്പോഴും ആ സോങ് ആണ് നമ്മൾ കൂടുതൽ ആസ്വദിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്ത മൂവ്മെന്റ് എന്ന് പറയണത് കന്തൻ വരും കന്തനുനെ കാണ. കന്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരുകൻ എന്ന് തന്നെയാണ് അർത്ഥം. ഓക്കെ, കന്തൻ ഉനെ കാണ, അതിന് നമ്മൾ ഈ ഒരു പോസ്റ്ററാണ് ഫസ്റ്റ് യൂസ് ചെയ്യുന്നത്. കന്തൻ, നമ്മൾ തിരിഞ്ഞു വന്ന് ഇങ്ങനെ നിന്നു. കന്തൻ ഉനെ കാണ, കന്തനെ കാണാൻ, മുരുകനെ കാണാൻ ഓടി ഓടി വന്നു എന്നാണ് അതിന്റെ മീനിങ്. അപ്പോൾ ഫസ്റ്റ് മുരുകന്റെ പൊസിഷൻ, ദെൻ അവിടെ നിന്ന് തന്നെ എക്സ്പ്രഷൻ മാത്രം കൊടുക്കുക. കണ്ടു, ആദ്യം റൈറ്റ് ലെഫ്റ്റ്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഇതിങ്ങനെ ഒന്ന് ചെയ്യാനേ ഉള്ളൂ. പക്ഷെ ഈ ഒരു ലെവല് ഇറ്റ് ഷുഡ് ബി ഇൻ യോർ ഐ ലെവൽ. കണ്ടോ, കാണുന്നതല്ലേ, അപ്പൊ അത് ഐ ലെവല് വരണം. നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പറയുന്നതാവും. കണ്ടോ, അതാണ് ആ വ്യത്യാസം. കണ്ണിൽ കാണിച്ചാൽ കാണുന്നു, ഇങ്ങനെ കാണിച്ചാൽ പറയുന്നു. അപ്പൊ അത് ഐ ലെവലിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം. ഓക്കെ, ഉനെ കാണ ദിനമോടി ഓടി. ഓടി ഓടി എന്ന് പറയുമ്പോൾ 1 2 3 4. ഓക്കെ, ഫ്രണ്ടിലേക്ക് 4 സ്റ്റെപ്പ്. അപ്പോൾ ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ. ഇവിടെ നിന്ന്, അതായത് നിങ്ങളുടെ ഷോൾഡറിൽ നിന്ന് അലപത്മം പിടിച്ച്, അലപത്മം മീൻസ് ഇങ്ങനെ ചെയ്ത്, അതായത് ഇത് ഈ ഒരു മുദ്രയ്ക്കാണ് അലപത്മഹ എന്ന് പറയുന്നത്. അലപത്മം പിടിച്ചിട്ട് നിങ്ങൾ ഫ്രണ്ടിലേക്ക് ഓടി വരിക. ഓടി വന്നിട്ട് അവിടെ ഒരു പോസ്റ്റർ ഉണ്ട്. അതായത് ഈ റൈറ്റ് ലെഗ് ഫ്രണ്ടിൽ ക്രോസ് ചെയ്ത് കുത്തിയിട്ട് ജസ്റ്റ് അരമണ്ഡലം പോലെ ജസ്റ്റ് ഇരിക്കുക. ഓടി ഓടി വരവോ. നമ്മള് ദൈവത്തെ കാണുമ്പോൾ അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ നമ്മളിങ്ങനെ കാണിക്കില്ലേ, ആ ഒരു മൂവ്മെന്റ് കാണിക്കാം. യെസ്. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കുക. ചേച്ചി ഒന്നും കൂടെ കാണിച്ചു തരാം. 5 6 7 ഗോ. വണ്ണമയിലേറും എൻ തങ്കവടിവേലു കന്തനുനെ കാണ ദിനമോടി ഓടി വരുവോ. സോ ദ നെക്സ്റ്റ് ലൈൻ ഇസ്, അപ്പോൾ നെക്സ്റ്റ് ലൈൻ എന്ന് പറയണത് സെന്തമിഴെ കാക്കും ബേൽസെവൽ കൂടിയാണോ, ആ ഒരു ലൈനാണ്. ഈ ഒരു ലൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെന്തമിഴ് എന്ന് പറഞ്ഞാൽ അറിയാലോ, തമിഴ് ലാംഗ്വേജിനെ കാക്കുന്ന വേൽമുരുകനല്ലേ. വേൽമുരുകൻ എന്താണ്? നമ്മുടെ മുരുകന്റെ കയ്യിലുള്ള ആയുധം എന്ന് പറയല്ലേ, അത് ആണോ, ഏന്തുന്ന വേല ഏന്തുന്ന മുരുകനാണോ, സെന്തമിഴിനെ കാക്കുന്ന മുരുകനാണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചേക്കാണ്. അപ്പോൾ ആ ഒരു ലൈനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഈ ഒരു സെന്തമിഴിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു മുദ്രയാണ്. ഇങ്ങനെ പതാക പിടിച്ചിട്ട് ഇങ്ങനെ ഒരു മുദ്രയാണ് ചെയ്യുന്നത്. ആൻഡ് ലെഗ് മൂവ്മെന്റ് നോക്കിക്കോ, ഇങ്ങനെ നമ്മൾ നേരത്തെ വെച്ചില്ലേ, അങ്ങനെ ചെറുതായിട്ടൊന്ന് വീശി റൈറ്റ് ലെഗ് ലെഫ്റ്റ് ക്രോസ് വെക്കുക, എന്നിട്ട് എഴുതുന്ന പോലെ കാണിക്കാം. ഓക്കെ, സെന്തമിഴെ കാക്കും. ഓക്കെ, ലൈക്ക് പ്രൊട്ടക്ട് ചെയ്യുന്ന. അപ്പൊ കാക്കും. ദെൻ വേല എഴുതുന്ന മുരുകനാണോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ഞാൻ ചെയ്തേക്കുന്നത് ഈ ലെഫ്റ്റ്, അതായത് ലെഫ്റ്റിലേക്ക് വെക്കുക കേട്ടോ. ലെഫ്റ്റ് ലെഗ് ചവിട്ടുക, റൈറ്റ് ലെഗ് നീട്ടി വെക്കുക ടിപ്പില്. ദെൻ കൊടിയാണോ, അതായത് ലെഫ്റ്റ് വെച്ചു, റൈറ്റ് വെച്ചിട്ട് തിരിഞ്ഞ് നേരെ വരാം. ഓക്കെ, അതായത് സെന്തമിഴെ കാക്കും ബേൽസെവൽ കൊടിയാണോ. ഓക്കെ, ഇത് ചെയ്ത് നമ്മൾ തിരിഞ്ഞു വരില്ലേ, ലെഫ്റ്റിലേക്ക് പോയി റൈറ്റിലേക്ക് പോയി റൊട്ടേറ്റ് ചെയ്ത് ഒരു ഡയഗണൽ, അതായത് ലെഫ്റ്റ് സൈഡിലെ ഡയഗണൽ പൊസിഷനിലേക്ക് എത്തുക.
ദെൻ എന്താണ്? എണ്ണി എണ്ണി പാടും എൻ കന്തനറിവായോ. അടുത്തത് എന്ത് ലൈനാണ്? എണ്ണി എണ്ണി പാടും എൻ കന്തനറിവായോ. അപ്പോൾ അതെന്ന് പറയുന്നത് ഞാൻ ഈ എണ്ണി എണ്ണി പാടുന്നത് മുരുകൻ അറിയോ എന്നാണ് ചോദിക്കുന്നത്. ഓർത്തോർത്തുനിന്ന് എല്ലാവരും പറയുന്നത്, അതായത് ഓർത്തോർത്ത് പാടുന്നത് അറിയോ എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പൊ ഞാൻ ഇതിൽ ചെയ്തേക്കുന്നത് എണ്ണി എണ്ണി പാടും. ഓക്കെ, 1 2 3 ലെഗ് നോക്കിക്കോ, റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ചവിട്ടി, എണ്ണി എണ്ണി പാടും. ഓക്കെ, 1 2 3 പാടും. ദെൻ എൻ കന്തനറിവായോ. ഓക്കെ, യെസ്, കണ്ടന അറിയോ, മുരുകൻ അറിയോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൗണ്ട് ചെയ്ത് വന്നു. 1 2 3 പാടും, അവിടെ ലെഗ് മൂവ്മെന്റ് ഇല്ല, പാടും. എൻ കന്തൻ, ബാക്കിലേക്ക്, റൈറ്റ് ലെഫ്റ്റ്. ഓക്കെ, കന്തനറിവായോ. അത് ഫസ്റ്റ് റൈറ്റ് ലെഗ്, സോറി റൈറ്റ് ഹാൻഡ് എവിടെയാ? ഹെഡ് ലെവലും, ലെഫ്റ്റ് ഹാൻഡ് നമ്മുടെ അബ്ഡോമൻ ലെവലും. കന്തനറിവായോ. അപ്പൊ നമുക്കൊന്നുകൂടെ ചെയ്താലോ? ആദ്യത്തെ ലൈൻ എന്താണ്? കളർഫുൾ ആയിട്ടുള്ള പീകോക്കിനെ റൈഡ് ചെയ്യുന്ന മുരുകനെ. അതാണ് ആക്ച്വലി അതിന്റെ മീനിങ് വരുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞ കേട്ടോ. മുരുകന്റെ വാഹനം എന്താ? മയിലാണ് അല്ലെ? അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ. അപ്പൊ നമുക്കൊന്നുകൂടെ ചെയ്യാം. 5 6 7 ഗോ. വണ്ണമയിലേറും എൻ തങ്കവടി വേലോ, കന്തനുനെ കാണ ദിനമോടി ഓടി വരുവോ, செந்தமிழை காக்கும் வேல்செவல் கொடியானோ, எண்ணி எண்ணி பாடும் എൻ കന്തനറിവായോ. ഓക്കെ, അപ്പൊ അടുത്ത വരി എന്ന് പറഞ്ഞാൽ തോളിലെ പാൽക്കാവടി ആ ഒരു ലൈനാണ് അല്ലേ? ആ ലൈൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തോളില് പാൽക്കാവടി ഏന്തി ഹൈസും ലോസും ഒക്കെ, അതായത് ഉയരവും ഇറക്കവും എല്ലാം കയറി ഇറങ്ങി ഞാൻ ഡാൻസ് കളിച്ച് മുരുകനെ കാണാൻ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അപ്പം നമുക്ക് അതൊന്ന് ചെയ്യാം. ഓക്കെ, സോ അത് ലൈക്ക് പ്യോർലി ഡാൻസ് ആണ്. നോക്കിയോ, ഫസ്റ്റ് റൈറ്റ് ലെഗ് ലെഫ്റ്റ് ലെഗ് ക്രോസ് ചെയ്യുക. അതൊക്കെ 1 2 ചവിട്ടുക, ബാക്കി ചവിട്ടുക, അതായത് 1 2 3 4. ഓക്കെ, അപ്പം ജസ്റ്റ് ബോഡി ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതായത് തോളിലെ പാൽക്കാവടി ചെയ്യുന്നത്. അപ്പോൾ ഹാൻഡ് മൂവ്മെന്റ് നോക്കിക്കോ, നമ്മൾ തോളിൽ പാൽക്കാവടി ഏന്തിയ പോലെ മുഷ്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഒരു പോസ്റ്ററിൽ നിൽക്കുക. ഓക്കെ, നോക്കിക്കോ, 5 6 7 ഗോ. 1 2 3 4. ഓക്കെ, ദെൻ ഫ്രണ്ടിലേക്ക് ലെഗ് എടുത്ത് വെക്കാം. ഓക്കെ, 1 2. ഓക്കെ, 1 2 ഉപ്പൂറ്റി കൊണ്ട് 1 2. ദെൻ കറങ്ങുക, ലെഫ്റ്റിലേക്ക് കറങ്ങുക. ഓക്കെ, യെസ്, 5 6 7 ഗോ. തോളില് പാൽക്കാവടി ഓക്കെ, അടുത്തത് 1 2 3 4 5 6 7 8. ഓക്കെ, ആദ്യം റൈറ്റ്. ഓക്കെ, ടിപ്പിലാണ്, ടോയിലാണ്. ടോ, ലെഫ്റ്റ് ടോ, റൈറ്റ് ടോ, ലെഫ്റ്റ് ടോ. ഈ ബോഡി ജസ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു സെമി ക്ലാസിക്കൽ മൂവ്മെന്റ് ആണ് കേട്ടോ, ഇത് പക്ക ഭരതനാട്യം മൂവ്മെന്റ് അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ മൂവ്മെന്റ്സ് നോക്കിക്കോ. കാല് കിട്ടിയില്ലേ? ഇനി കൈ നോക്കിക്കോ, റൗണ്ട് ചെയ്യുക. ദെൻ അടുത്ത് നോക്കിക്കോ, സെയിം മുദ്ര തന്നെ, പക്ഷെ ഹാൻഡ് പോസ്റ്ററിന് വ്യത്യാസമുണ്ട്. 1 2. ഓക്കെ, 1 2. യെസ്, ഒന്നുകൂടെ 5 6 7 ഗോ. 1 2 3 4. കിട്ടി. എഗെയിൻ തോളിൽ പാൽക്കാവടി, എഗെയിൻ ലൈൻ റിപ്പീറ്റ് ആവാണ്. അപ്പം അതിന് ചെറിയൊരു വ്യത്യാസമുണ്ട്. പൊസിഷൻ, ഹാൻഡ് പൊസിഷൻ ഇങ്ങനെ തന്നെയാണ്, പക്ഷെ ലെഗ് മൂവ്മെന്റ് നോക്കിക്കോ. 1 2 3 4. നോക്കിക്കേ, ബോഡി ഫുള്ളായിട്ട് ബാക്കിലേക്ക് തിരിയുക. റൈറ്റ് ലെഫ്റ്റ്, റൈറ്റ് ലെഫ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നോക്കിയേ, 1 2. കണ്ടോ, ടാപ്പ് ചെയ്തു, കാല് സ്ലൈഡ് ചെയ്തു അല്ലേ? 1 2. 2 ആകുമ്പോൾ ലെഫ്റ്റ് ലിഫ്റ്റ് ചെയ്യുക. ദെൻ അഗൈൻ ഈ ലെഫ്റ്റ് ചവിട്ടുക. 1 റൈറ്റ് ഡ്രാഗ് ചെയ്യുക. 1 2. അപ്പോൾ റൈറ്റ് ലിഫ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിനെല്ലാത്തിനും ഹാൻഡ് മൂവ്മെന്റ് അഥവാ ഹാൻഡ് ഗസ്റ്റർ ഇവിടെ തന്നെയാണ്. ഓക്കെ, യെസ്,
5 6 7 go 1 2 3 4 5 6 7 8 കിട്ടി. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത സ്റ്റെപ്പ് അല്ലേ, അത് തന്നെയാണ് 1 2 3 4. നേരത്തെ നമ്മൾ 2 എണ്ണം ചെയ്തു കറങ്ങി, ഇത് 4 എണ്ണം. 1 2 3 4 5 6 7 8. ഓടി ഫ്രണ്ടിലേക്ക് വരാം. 1 2 3 4. ഓക്കെ, 1 2 3 4. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ആ തോളിലെ പാൽക്കാവടി എന്നുള്ള ആ ഒരു പോർഷൻ റിപ്പീറ്റ് ചെയ്ത് വരുന്നത് ഞാൻ അത് മാത്രമായിട്ട് കാണിച്ചു തരാം. ഓക്കെ, 5 6 7 ഗോ. തോളിലെ പാൽക്കാവടി സേന്ത് മനസ്സിലായോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ കാക്കം വടിവേലിൻ്റെ ഇപ്പോൾ ചേച്ചി ചെയ്ത ട്യൂട്ടോറിയൽ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ റീൽ കാണുക, കണ്ടതിന് ശേഷം സ്ലോ ചെയ്ത് കാണുക. ഓക്കെ. അപ്പോൾ ഗൈസ്, വളരെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു സോങ് ആണ്. അപ്പോൾ എല്ലാവരും പോയി പഠിക്കുക. ഈവൻ നിങ്ങൾ ഭരതനാട്യം അങ്ങനെ ക്ലാസിക്കലിനോട് ടച്ച് ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനൊന്ന് ട്രൈ ചെയ്യുക. ഓക്കെ, പറ്റുമോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ. അപ്പം അങ്ങനെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറ്റുമെന്ന് നോക്കുക. ആൻഡ് എല്ലാവരും തന്നെ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ട്യൂട്ടോറിയലിൽ ഒന്ന് നോക്കി പഠിച്ചിട്ടാണ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും എന്നെ ടാഗ് ചെയ്യുക, എനിക്ക് എന്തായാലും അയച്ചു തരണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് ഏത് വീഡിയോൻ്റെ ട്യൂട്ടോറിയലാണ് വേണ്ടതെന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ചേച്ചി വേഗം തന്നെ ആ ട്യൂട്ടോറിയലായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്.